അല്ല, ഹൈക്കമാൻഡ് പറഞ്ഞത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ആ മീറ്റിംഗ് വളരെ ഫലപ്രദമായിരുന്നു. പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഒരു നിർദ്ദേശവും ഹൈക്കമാൻഡ് കൊടുത്തിട്ടില്ല. അതിനുശേഷം പാർട്ടിയിലെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ഇന്നൊരു മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇപ്പോൾ നിലവിലില്ല. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെജിയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ എല്ലാ നേതാക്കളും ചർച്ച ചെയ്ത് ഒരു നല്ല അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുക, ഇവർക്ക് അങ്ങനെയുള്ള കാര്യമല്ല. അപ്പം അത് നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് പോകണം. അതാണ് ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. ആ ഒറ്റക്കെട്ടായി തന്നെ എല്ലാവരും മുന്നോട്ട് പോകും. അതെനിക്കറിയില്ല, പക്ഷേ എല്ലാവരും ഒരുമിച്ച് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയം ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെ സംബന്ധിച്ച് ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് പോവുക. ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ കേരളത്തിലെ കോൺഗ്രസ് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇ പി ജയരാജൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. എൻ്റെ നല്ല സുഹൃത്താണ്, അതുകൊണ്ട് മറുപടിയില്ല. അങ്ങനെയെങ്കിൽ എന്നെ വിമർശിക്കുന്നെങ്കിലും വഴി അദ്ദേഹം ഇപ്പോഴും സജീവമാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്നെങ്കിൽ എനിക്ക് സന്തോഷം. ഇ പി എൻ്റെ നല്ല സുഹൃത്താണ്, ഒരു മറുപടിയില്ല. ഇ പി ജയരാജൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങളില്ലാത്ത കാര്യമാണ് പറയുന്നത്. എൻ്റെ നല്ല സുഹൃത്താണ് ഇ പി ജയരാജൻ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ മറുപടി പറയുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളങ്ങനെ ഞങ്ങളെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാമെന്ന് കരുതുകയും വേണ്ട. എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇന്നലെ മുഖ്യമന്ത്രി ശ്രമിച്ചതും അതാണ്. ഞാനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന കാലമാണ്.